ഹലോ ഗൈസ്, ഇറ്റ്സ് മീ സാം സോഷ്യൽ മീഡിയ. അപ്പം കഴിഞ്ഞ വീഡിയോയ്ക്ക് ശേഷം ഒരു 100ഓളം ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഇതിൻ്റെ റിവ്യൂയെ പറ്റി. ഇതെങ്ങനെയുണ്ട് ബ്രോ, എങ്ങനെയാണ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്നൊക്കെ ചോദിച്ചായിരുന്നു. ഇത് ഈ 2500 പ്രൈസിന് വർത്താണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. പിന്നെ വേറെ 100ഓളം ഫ്രണ്ട്സ് ചോദിച്ചായിരുന്നു ഇത് റിവ്യൂ ആണോ, ഇതെന്താണ് ഈ കാട്ടിക്കൂട്ടി ഇട്ടേക്കുന്നത് എന്നൊക്കെ ചോദിച്ചായിരുന്നു. കുറച്ച് പേർക്ക് ലിങ്ക് അയച്ചു കൊടുത്തപ്പോഴേ പുതിയ ചാനലല്ലേ. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെല്ലായിടത്തും കാണുന്ന പോലത്തെ റിവ്യൂ അല്ല, മനസ്സിലായില്ലേ? ഞാനൊരു ജാപ്പനീസ് സ്റ്റൈലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഏത് ജാപ്പനീസ് സ്റ്റൈൽ? അപ്പം ഇത് ഇവിടെ മാത്രമേ കാണാൻ പറ്റൂ, മനസ്സിലായില്ലേ? അതാണ് ഇതിൻ്റെ കുഴപ്പം. ഈ ജാപ്പനീസ് സ്റ്റൈൽ റിവ്യൂ ഇവിടെ മാത്രമേ കാണാൻ പറ്റൂ. ഈ ജാപ്പനീസ് സ്റ്റൈൽ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പം കത്തേണ്ടി ഒരു കത്തി കാണും. ഈ ജാപ്പനീസ് സ്റ്റൈൽ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ഇപ്പം നടക്കുന്ന വിഷയമൊക്കെ അറിയാമല്ലോ. അതെ, സാംസങ്ങിൻ്റെ നോട്ടിഫിക്കേഷനാണ് കേട്ടത്. പ്ലീസ് സാംസങ് കോപ്പിറൈറ്റ് ഒന്നും തരരുത്. അപ്പം ഇപ്പം നടക്കുന്ന വിഷയമൊക്കെ അറിയാമല്ലോ. നമ്മൾ ഈ വിഷയത്തിലൊന്നും തലയിടാറില്ല. എങ്ങനെയുണ്ട് ഗൈസ്, റിയാക്ഷൻ വീഡിയോ ചെയ്താലോ? എനിക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ആരെയാണെന്നറിയാമല്ലോ, ആർക്ക് വേണ്ടി ആരെയാണ് റിയാക്ഷൻ ചെയ്യേണ്ടതെന്നറിയാമല്ലോ. വേറെ ആരുമല്ല, നമ്മളെ മൃണാൾ ചേട്ടനെയാണ്. ചേട്ടൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴത്തേന് എനിക്ക് എന്തൊക്കെയോ പറയണമെന്ന് തോന്നി. അത് നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാം. ഇപ്പം നമുക്ക് റിവ്യൂയിലോട്ട് പോവാം. ഓക്കെ, ഇതിൽ കുറച്ച് ഷേക്സ് ഒക്കെ വരും കേട്ടോ. കാരണം ഞാൻ ഒരു കയ്യിൽ എൻ്റെ ഫോൺ പിടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. നമുക്ക് കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈനാണ് കേട്ടോ. ബിൽഡ് ഓക്കെ എന്ന് പറയാനേ പറ്റൂ, വലിയ കിടിലൊന്നുമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ, സത്യം പറഞ്ഞാൽ ഇത് രണ്ടാമത്തെ ബഡ്സാണ്. ഫസ്റ്റ് ബഡ്സ് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് കട്ടിലിൻ്റെ പുറത്ത് വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ മണ്ടയിൽ കൂടെ ഒന്ന് കിടന്നതേ ഉള്ളൂ. പിന്നെ ആ സംഭവം ഇങ്ങനെ ആയിപ്പോയി. ഇങ്ങനെ ഇത്ര അടയത്തുള്ളൂ. ഒന്ന് കിടന്നില്ല, അതിൻ്റെ പുറത്ത് ജസ്റ്റ് ഒന്ന് ഇതായതേ ഉള്ളൂ. അപ്പോഴത്തേനും ഇങ്ങനെയായി. പിന്നെ ഇതിൻ്റെ കറക്റ്റ് ഒന്നും വർക്കാവത്തില്ല, ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ പിന്നെ അത് ഞാൻ കളഞ്ഞിട്ട് വേറെ ഒരെണ്ണം എടുത്തു. വേറെ പുതിയ ഒരെണ്ണം മേടിച്ചതാണിത്. പെട്ടെന്ന് സ്ക്രാച്ച് ആവും. ബിൽഡ് ആൻഡ് ഡിസൈൻ ഓക്കെ ആണെങ്കിലും സ്ക്രാച്ചിങ് ഇഷ്യൂസ് ഭയങ്കരമായിട്ടുണ്ട്. അത് ഈ മാറ്റ് ഫിനിഷ് ആയതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. നല്ല പെട്ടെന്ന് സ്ക്രാച്ച് ആവുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഡ്രൈവേഴ്സ് വരുന്ന 12.4 mm ആണ്. മിഡ്സും ഹൈസും ആണ് കൂടുതൽ. ബാസാണ് മെയിനായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്തേക്കുന്ന ഐറ്റം. പിന്നെ കോൾ ക്വാളിറ്റി ANC ഒക്കെ വർക്കിംഗ് ആണ്. ബട്ട് അങ്ങ് ഭയങ്കരമായിട്ടല്ല. 48 dB നോയിസ് ക്യാൻസലേഷനൊക്കെയാണ് കമ്പനി പറയുന്നത്. ബട്ട് ഓക്കെ ആണ്, വേറെ സീനൊന്നുമില്ല. ഒരു ബഡ്സിൽ 2 മൈക്സ് വെച്ചാണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടോട്ടൽ 8 hours ഒരു ബഡ്സിൻ്റെ ബാറ്ററി ലൈഫ് പറയുന്നത്. നമ്മൾ അത് വിത്തൗട്ട് ANC ഒക്കെയാണ് ഒരു കമ്പനി പറയുന്നത്. ANC ഒക്കെ ഉപയോഗിച്ച എനിക്കെന്തായാലും, ഞാൻ വലിയ മീഡിയം യൂസാണ്. മോഡറേറ്റ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുള്ളൂ. എനിക്ക് 1 day ഫുള്ള് കിട്ടും. കോളിങ് ഇതൊക്കെ ആണെങ്കിൽ 1 day ഫുള്ള് കിട്ടും. പിന്നെ ചെറുതായിട്ട് 1 day എന്ന് ഉദ്ദേശിക്കുന്ന രാവിലെ ടു ഈവനിങ് 7 o'clock ആ ടൈം വരെ കിട്ടും. അത് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ചാർജ് ചെയ്താൽ മതി. പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട് കേട്ടോ. ഇപ്പോൾ 10 minute ചാർജ് ചെയ്താൽ തന്നെ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ബഡ്സ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ IP54 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് കമ്പനി പറയുന്നുണ്ട്. പക്ഷെ ടെസ്റ്റ് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട.
ടെസ്റ്റ് ചെയ്ത സാധനം അയ്യപ്പാകും, അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ ആപ്പ് കണക്ടിവിറ്റി ഓക്കെയാണ്, നത്തിങ്ങിൻ്റെ ആപ്പ് ഓക്കെയാണ്. ബട്ട് അതിൽ അപ്ഡേറ്റ്സ് ഒന്നും വരാറൊന്നുമില്ല. അപ്ഡേറ്റ്സ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ. പിന്നെ EQs ഒക്കെ ഒരുപാടുണ്ട്. ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ സൈഡിൽ കൊടുക്കാം. അതിൽ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഡയറാക് എന്ന് പറയുന്നൊരു അവരുടെ കമ്പനിയാണ് ഇത് ട്യൂൺ ചെയ്തേക്കുന്നത്. അപ്പം അത് തന്നെ ആ ഒരു EQ ആണ് കുറച്ചുകൂടി എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത്. അത് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങളൊരു ഓഡിയോ എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പറയുന്നത്, നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന EQs ആണ് അതിനകത്തുള്ളത്. നിങ്ങൾക്ക് ഓഡിയോ പ്രാന്തുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് അടുത്തതായിട്ട് മൈക്കിൻ്റെ ഓഡിയോ ടെസ്റ്റ്, ഇതിന് എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ സാം സോഷ്യൽ മീഡിയ. അപ്പം നിങ്ങളിതിപ്പോൾ കേൾക്കുന്നത് നത്തിങ് ബഡ്സ് 2ൻ്റെ ഓഡിയോ മൈക്കിൽ നിന്നാണ്. ഇത്രയൊക്കെ ക്വാളിറ്റി പ്രതീക്ഷിക്കാം. ഗായ്സ്, നമ്മൾ പുറത്താണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ഒരു 2500 പ്രൈസ് റേഞ്ച്, ആ ഒരു ഇതിലൊക്കെയാണ് വരുന്നത്. പിന്നെ ഇത് എപ്പോഴും ഈ ഒരു പ്രൈസിലല്ലായിരിക്കും കേട്ടോ. പ്രൈസ് ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രൈസ് ഡ്രോപ്പൊക്കെ വരും. അപ്പോൾ ആ സമയം നോക്കിയിട്ട്, പ്രൈസ് ഡ്രോപ്പ് വരുന്ന ടൈം നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു 1000-2000 രൂപ അകത്ത് 2500, 600 ആ റേഞ്ചിനൊക്കെ ഇത് വരും. അങ്ങനെ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് TWS ആണിത്, വേറെ ഒന്നും പറയില്ല. കാരണം ഓഡിയോ ക്വാളിറ്റി ആയാലും കണക്ടിവിറ്റി ആയാലും ഇതിൽ വേറൊരു ഇതുണ്ട്, ഡ്യുവൽ കണക്ഷൻ നമുക്ക് പറ്റും. 2 ഫോണിൽ നമുക്ക് ഒറ്റ ടൈം കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു മൊത്തത്തിലൊരു ഇത് പറയുകയാണെങ്കിൽ ഇത് കൊള്ളാം, നൈസാണ്. ഇതിൻ്റെ ഈ സ്പെക്കൊന്നും നിങ്ങൾ നോക്കണ്ട, ഈ സാധനം പൈസയ്ക്ക് വെർത്താണ്. പിന്നെ അധികം റഫായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു കേസ് മേടിച്ച് ഉപയോഗിക്കുക. ബാറ്ററി ലൈഫും പക്കയാണ്. നമ്മൾ ഈ OnePlusൻ്റെയൊക്കെ സാധനങ്ങൾ യൂസ് ചെയ്ത് നോക്കിയാൽ, എനിക്കൊരു TWS ഉണ്ടായിരുന്നു OnePlusൻ്റെ, അത് സംഭവം പക്കയാണ്. പക്ഷേ ഈ OnePlus ഡിവൈസസിന് കുറച്ച് നാൾ കഴിയുമ്പോൾ ബാറ്ററി കുഴപ്പം വരും. എൻ്റെ ആ പർട്ടിക്കുലർ ഡിവൈസിൻ്റെ കുഴപ്പമായിരുന്നു എന്തോ, എൻ്റെ ആ ഡിവൈസിൻ്റെ ഒരു സൈഡിലെ സ്റ്റെമ്മ് പെട്ടെന്ന് തീരുമായിരുന്നു. അവരൊരു 3 മണിക്കൂറാണ്ടാണ് പറയുന്നത്. ഇപ്പോഴെങ്ങും അല്ല മേടിച്ചത്, OnePlus Buds Z എന്ന് പറയുന്നൊരു മോഡൽ. ഏകദേശം ഒരു 3 വർഷത്തിൽ കൂടുതലായി ഞാൻ അത് മേടിച്ച്. അതിപ്പോൾ എൻ്റെ ഇല്ല. ആ ഡിവൈസ് ഇത് കണക്ക് കംപ്ലൈൻറ്റ് വന്ന് പോവുകയാണ് ചെയ്തത്, ബാറ്ററി ഇഷ്യൂ വന്ന് പോവുകയാണ് ചെയ്തത്. അപ്പം ഇതിന് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല, ബാറ്ററിയൊക്കെ പക്കയാണ്. ഒരു നോർമലായിട്ട് ഒരാൾ നോക്കുന്നത് ബാറ്ററി, സൗണ്ട്, കണക്ടിവിറ്റി. പിന്നെ ഇതിൽ LDAC LHDC എന്ന് പറയുന്ന കോഡക്സ് ഒന്നും ഇല്ല. അതിലൊന്നും ഇപ്പോൾ ആരും പാട്ട് കേൾക്കാറും ഇല്ല. ലോസ്ലെസ്സിലൊക്കെ എത്ര പേരാണ് കേൾക്കുന്നത്? ആപ്പിൾ മ്യൂസിക് ഉണ്ടെങ്കിൽ പോലും കറക്റ്റ് ലോസ്ലെസ്സിലൊന്നും ആരും കേൾക്കാറൊന്നുമില്ല. എല്ലാവരും നെറ്റ് ഒക്കെ എല്ലായിടത്തും കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് ആ രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പം നോർമലായിട്ട് ഇത്രയും ചിന്തിക്കുക, സാധനം പക്കയാണ്, കൊടുക്കുന്ന പൈസയ്ക്ക് വർത്താണ്. ഓഡിയോ സൂപ്പറാണ്. പിന്നെ 10 മിനിറ്റ് ചാർജ് ചെയ്താൽ 2-3 മണിക്കൂർ സുഖമായിട്ട് പ്ലേ ചെയ്യാം. പിന്നെ ഇതിൻ്റെ കേസ് ഫുള്ളാ ചാർജ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഒരു 2 മണിക്കൂർ അടുപ്പിച്ചാണ്ട് എടുക്കുമെന്ന് തോന്നുന്നു. ഞാൻ അത് കറക്റ്റ് നോട്ടീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗായ്സ് എൻ്റെ റിവ്യൂ. ഇനിയും ഇതുപോലുള്ള കിടിലൻ റിവ്യൂസ് വേണമെങ്കിൽ ഇറ്റ്സ് മീ സാം സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റയും കൂടെ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ ഗൈസ്. ഇൻസ്റ്റയിൽ എനിക്കൊരു എഡിറ്റിംഗ് പേജുണ്ട്, പണ്ട് തൊട്ടേ ഉള്ളതാണ്. വലിയ ഫോളോവേഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ എഡിറ്റൊന്നുമില്ല. അപ്പോൾ അതും കൂടെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ അക്കൗണ്ട് താഴെ കൊടുക്കാം, ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ഒരു സൈൻ ഔട്ട് പറയുന്നതിന് മുമ്പ് ഇറ്റ്സ് മീ സാം സോഷ്യൽ മീഡിയ. ഇപ്പോൾ എൻ്റെ ഇൻഡെപ്ത് റിവ്യൂ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ബൈ.